സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 88ാമത് എപ്പിസോഡിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. റോഡ് ടു ഫിനാലെ മത്സരങ്ങളിൽ ഗുരുകുലവും കോൺവെന്റ് സ്കൂളും കടുത്ത മത്സരങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഈ എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്സ്, ഗോൾഡൻ സ്റ്റാർസ് ആരൊക്കെയാണ്, ആരാണ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം. കെട്ടിയോളാണ് മാലാക എന്ന ചിത്രത്തിലൂടെ ഫേമസ് ആയ വീണ നന്ദകുമാറാണ് ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. ഒരു ഗായിക കൂടിയാണ് വീണ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ കൃഷ്ണശ്രീയാണ് ജെൻസി സോളോ റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത്. തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ ഗാനമാണ് കൃഷ്ണ പാടുന്നത്. പൊന്നോടു പൂവായി ശങ്കോടു നേരായി എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ മെലഡി സോങ് ആണ് കൃഷ്ണ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രചേച്ചി പാടി മനോഹരമാക്കിയ ഈ ഗാനം എല്ലാ മനോഹാരിതയോടും കൂടിയാണ് കൃഷ്ണ അവതരിപ്പിച്ചത്. എക്സ്പ്രഷൻ ക്യൂൻ എന്ന് തന്നെ കൃഷ്ണയെ വിശേഷിപ്പിക്കാം. ഡിഫറെന്റ് ജോണറിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട് കൃഷ്ണയോട്. 99.5 മാർക്കാണ് ഈ പെർഫോമൻസിന് കൃഷ്ണശ്രീ നേടിയത്. ലാസ്റ്റ് എപ്പിസോഡിലേതുപോലെ തന്നെ ഫൈനൽ 8-ലെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഇൻസ്പിരേഷൻ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ തീർത്ഥയെക്കുറിച്ചാണ് വീഡിയോ. ചിത്രചേച്ചി ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം വെറൈറ്റി പാട്ടുകൾ പാടിയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇടയ്ക്കൊന്ന് പിന്നിലേക്ക് പോയ തീർത്ഥ മുന്നോട്ട് കയറി വരാനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. നല്ല ക്ലാസിക്കൽ ബേസ് ഉള്ള തീർത്ഥയ്ക്ക് മുന്നോട്ട് വരാനാവും എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. തീർത്ഥയ്ക്ക് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു. ഈ എപ്പിസോഡിൽ അടുത്തതായി പാടാനെത്തുന്നത് വൈശാഖനും തീർത്ഥയും ജെൻസി ഡ്യുവറ്റ് റൗണ്ടിലാണ്. മാട്രാൻ എന്ന തമിഴ് ചിത്രത്തിലെ വളരെ ഡിഫിക്കൽട്ടായ ഒരു പാട്ടാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നത്. കാൽ മുലൈത്ത പൂവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയത്. റഷ്യൻ ബാലെ സോങ്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണിത്. ജാവേദ് അലിയുടെ സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വൈശാഖൻ അത്രയധികം ആയില്ല. അതുകൊണ്ട് തന്നെ 99 മാർക്കാണ് വൈശാഖന് ലഭിച്ചത്. മഹാലക്ഷ്മി അയ്യർ പാടിയ പോർഷനൊക്കെ നന്നായി പാടി തീർത്ഥയ്ക്ക് 99.5 മാർക്ക് ലഭിച്ചു. വീണ്ടും ജെൻസി ഡ്യുവറ്റ് റൗണ്ട് തന്നെയാണ്. പാടാനെത്തുന്നത് ശിവപ്രിയയും ദിൽരാജും. വിശുദ്ധൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മെഴുതിരിയുടെ എന്ന് തുടങ്ങുന്ന ഈ ഡ്യുവറ്റ് സോങ് ഒറിജിനൽ പാടിയിട്ടുള്ളത് ഏഷ്യാനെറ്റിൻ്റെ തന്നെ പ്രൊഡക്റ്റായ മൃദുല വാര്യരും ഷഹബാസ് അമനും കൂടെ ചേർന്നാണ്. രണ്ടുപേർക്കും ഈ സോങ് അത്ര മികച്ചതായി പാടാൻ കഴിഞ്ഞില്ല. എങ്കിലും കുറച്ചുകൂടെ നന്നായത് ശിവയുടെ പോർഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവയ്ക്ക് ലഭിച്ചത് 99.5 മാർക്കും ദിൽരാജിന് ലഭിച്ചത് 99 മാർക്കുമാണ്. ദിൽരാജിൻ്റെ വോയിസിൽ കുറച്ച് സ്ട്രെയിൻ ഉള്ളതുപോലെ തോന്നി. ചെറിയൊരു ഫൺ സെഗ്മെൻറ്റ് കൂടി ഈ എപ്പിസോഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ ആദ്യം മുതൽ ഓരോ റൗണ്ടുകളും ഓരോ കണ്ടസ്റ്റൻസ് ധരിച്ചിട്ടുള്ള ഡ്രസ്സ്, അവർ പാടിയ പാട്ടുകൾ എല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട് കൃഷ്ണശ്രീ. കൃഷ്ണയുടെ മെമ്മറി പവറിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് മിഥുൻ. കൃഷ്ണയോടൊപ്പം ജഡ്ജായി വന്ന വീണ കൂടി ചേരുന്നുണ്ട്. എല്ലാ റൗണ്ടുകളും അതിനെക്കുറിച്ചൊക്കെയുള്ള ഏകദേശ ധാരണയുണ്ട് വീണയ്ക്ക്. രസകരമായിരുന്നു ഈ സെഗ്മെൻറ്റ് എന്തായാലും. അവസാനമായി ഈ റൗണ്ടിൽ പാടാനെത്തുന്നത് അർജുനാണ്. ജെൻസി സോളോ റൗണ്ടിലാണ് എത്തുന്നത്. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അർജുൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്കൊരു ലവിങ് സ്റ്റാർ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് അർജുൻ പാടുന്നത്. പ്രശസ്ത ഗായകൻ ഹരിഹരനാണ് ഈ ഗാനം ഒറിജിനൽ പാടിയിട്ടുള്ളത്. ഈ മനോഹരമായ ഗാനം അതിമനോഹരമായി അവതരിപ്പിച്ച അർജുന് ഗോൾഡൻ സ്റ്റാറാണ് ലഭിച്ചത്. അർജുൻ്റെ ശക്തമായ തിരിച്ചുവരവിനായി സ്റ്റാർ സിംഗറും അതുപോലെ തന്നെ പ്രേക്ഷകരും കുറേ നാളായി കാത്തിരിക്കുന്നു. കമൻറ്റുകളിലൂടെ അർജുൻ്റെ തിരിച്ചുവരവിനായി പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അറിയുന്നുണ്ട്. അതിഥിയായി എത്തിയ വീണയ്ക്കും ഏറ്റവും ഇഷ്ടം അർജുൻ്റെ പാട്ടുകളോടാണ്. ഒരു അടിപൊളി ഗോൾഡൻ സ്റ്റാർ നേടിയ അർജുൻ തന്നെയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ഇടയ്ക്കൊന്ന് മങ്ങിപ്പോയ അർജുൻ്റെ ആത്മവിശ്വാസം വീണ്ടും കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം. ഞായറാഴ്ചത്തെ മത്സരങ്ങളുമായി ഞാൻ എത്തും. എല്ലാവർക്കും നന്ദി. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.